Hi all, my name is Ainsworth and you're watching Way to Study Table. Today we're going to discuss the question answers and the activities of the chapter The Mysterious Picture. ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസും ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത്. ഓക്കെ, അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന അതത് വീഡിയോസ് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അതിനോടൊപ്പം തന്നെ പിക്ചേഴ്സിൽ നമുക്ക് ഇംഗ്ലീഷിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതാത് ദിവസങ്ങളിൽ നടക്കുന്നത് ഞാൻ എന്റെ സെക്കൻഡ് ചാനലായ കേരള സിലബസ് ടോക്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റെഗുലർലി. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക. എന്റെ വേ ടു സ്റ്റഡി ടേബിൾ എന്ന ഈ ഒരു ചാനലിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ചാനലിലേക്ക്. അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിനെ കുറിച്ച് ആ ഒരു ചാനലിൽ കയറാൻ പറ്റും. അവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, so let's move on to our first question. Okay, so ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? Where do the events narrated in the story take place? അതായത് ഈ ഈവൻസ് നമ്മുടെ ഈ കഥയിലെ സംഭവങ്ങൾ എവിടെയാണ് നടക്കുന്നത്? Yes, the story takes place in the palace of the Archduke of Battenberg. ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അല്ലേ? Mention the two central characters you identify at this point. ഈ ഒരു കഥയുടെ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ള ആ ഒരു ഭാഗത്തെ പേജിൽ കാണുന്ന ഈ അവിടുത്തെ രണ്ട് മെയിൻ കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണ് ആ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്? യെസ്, ടൈൽ എർലെൻസ്പീഗൽ ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഓക്കെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ടൈൽ? ഈസ് ഹി എ സീരിയസ് മാൻ ഓർ മാൻ വിത്ത് സെൻസ് ഓഫ് ഹ്യൂമർ? ഹൗ ഡു യു നോ ദിസ്? അതായത് ഈ ടൈൽ എന്ന കഥാപാത്രം അദ്ദേഹം സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ അതോ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണോ? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? Tyle is a man who wanders from court to court. He wears a cap with feathers. He is slim and looks like a skeleton. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഭാഗമാണ് അല്ലേ? His appearance and mannerisms make us feel that he is a man of good sense of humor. ഇവിടെ man ആണ് കേട്ടോ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. He is a man. Okay, ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? അദ്ദേഹം ടൈല് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ അലങ്ങി തിരിഞ്ഞ് നടക്കുക അല്ലെ? വാണ്ടർ ചെയ്യുകയാണ്. വാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ തലയിൽ എന്തുണ്ട്? ഒരു തൊപ്പിയുണ്ട്, അതിൽ നിറയെ തൂവലുകളുണ്ട്. ഹി ഈസ് സ്ലിം, അതായത് അദ്ദേഹം എങ്ങനെയാണ്? യെസ്, തിന്നാണ് അല്ലേ? നല്ല മെലിഞ്ഞ ഒരാളാണ്. സ്കെലറ്റൻ പോലെ, അസ്ഥികുടം പോലെ ഇരിക്കും. ഹിസ് അപ്പിയറൻസ് ആൻഡ് മാനറിസംസ് മേക്ക് us ഫീൽ that he is a man of good sense of humor. അദ്ദേഹത്തിന്റെ അപ്പിയറൻസ്, അദ്ദേഹത്തിനെ കാണാനാണെങ്കിലും അദ്ദേഹത്തിന്റെ മാനേഴ്സ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ എങ്ങനെയാണ്? നല്ല ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണെന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Is there a change in the attitude of the captain? What is the reason behind it? അതായത് ക്യാപ്റ്റന്റെ ആറ്റിറ്റ്യൂഡിൽ, അദ്ദേഹത്തിന്റെ ടൈലിനോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ക്യാപ്റ്റൻ ടൈലിനോട് ഇടപെട്ടത്? പിന്നെ ഇടപെടലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഉണ്ടല്ലേ? What is the reason behind it? എന്തായിരിക്കാം അതിന്റെ കാരണം? Yes, because the captain of the guards understood that Tyle was a Flemish painter. കാരണം ഗാർഡ്സിന്, ആ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിന് എന്ത് മനസ്സിലായി? ടൈൽ ആരാണെന്ന്? ഒരു ഫ്ലെമിഷ് പെയിന്റർ ആണ് അല്ലെ? ഫ്ലെമിഷ് പെയിന്ററിനെ കുറിച്ച് എന്താണ് നമ്മൾ കഥയിൽ കണ്ടു. The language used by Tyle when he speaks to the Archduke shows his respect for him. Pick out a few sentences which shows this. അതായത് ടൈല് ഇവിടെ ആർച്ച്ഡ്യൂക്കിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഏത് ഭാഷയിലാണ്? നല്ല ബഹുമാനത്തോടെ, ആദരവോടെയാണ്, റെസ്പെക്റ്റോടെയാണ് സംസാരിക്കുന്നത് അല്ലെ? ഇത് നമ്മുടെ സ്റ്റോറിയിൽ 2-3 ഭാഗത്ത് അത് നമുക്ക് വായിക്കുമ്പോൾ ഏതൊക്കെ വരികൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്? Yes, the words, "May your highness pardon me, I might lay it at your noble feet." ഈ വരികൾ വായിക്കുമ്പോൾ, ഈ സെന്റൻസുകൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? യെസ്, ടൈല് എങ്ങനെയാണ് ആർച്ച്ഡ്യൂക്കിനെ ബഹുമാനിച്ചിരുന്നത് അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന വേർഡ് ബാങ്ക് ആണ്. വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകളുടെ ബാങ്ക്. നമുക്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ പൈസ അടയ്ക്കുകയും നമ്മൾ എടുക്കുകയും ചെയ്യുന്ന ബാങ്ക് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് വേർഡ് ബാങ്ക് ആണ്. വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകളുടെ. You can find certain words given along with the reading test. These words may not be known to you. Try to find the meanings of the words from the context. If you do not get the meaning, refer to the glossary given at the end of the reader or to a dictionary and write the meanings in the space provided. This will help you enrich your vocabulary. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റില് ഈ ഭാഗത്ത് ഒരുപാട് വാക്കുകളുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ഒത്തിരി വാക്കുകളുണ്ട്. ഓക്കെ, സോ ഈ വാക്കുകളൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് സംസാരിക്കുമ്പോഴും ഫ്രണ്ട്സിനോടാണെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ വാക്കുകൾ നമുക്ക്
നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ വാക്കുകൾ, നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. അത് ഡിക്ഷണറിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിന്റെ ബാക്കിൽ ഉണ്ടല്ലോ അതിന്റെ ആൻസേഴ്സ്, അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് നോക്കി എഴുതാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും വാക്കുകൾ, ഇഷ്ടംപോലെ വാക്കുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി ഡിക്ഷണറി നോക്കി എഴുതുമല്ലോ അല്ലേ? വാട്ട് ഡസ് ടൈൽ വിഷ് ടു ബിക്കം? ടൈൽ എന്താവാനായിരുന്നു ആഗ്രഹം? എന്തായിരുന്നു അവന്റെ ആഗ്രഹം? ടൈൽ വിഷസ് ടു ബിക്കം കോർട്ട് പെയിന്റർ. ആ കോർട്ടിലെ പെയിന്റർ ആവാൻ, ചിത്രകാരനാവാനായിരുന്നു അവന്റെ ആഗ്രഹം. ഡു യു നോ ടൈൽ ആൻഡ് ഹിസ് ഡോങ്കി ആർ ഹംഗ്രി? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. അതായത് ടൈലും ടൈലിന്റെ ആ കഴുതയും അവർ രണ്ടുപേരും വിശന്നിരിക്കുമായിരുന്നോ? അവര് ഹംഗ്രി ആയിരുന്നോ? എന്തുകൊണ്ടാ? ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ്? എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? Yes, the donkey was not hungry because it fed himself fairly well as all along the way on the thorns, in the hedges and the grass on the roadside. അതായത് ഡോങ്കി അത്രയ്ക്ക് വിശപ്പില്ല, അത്രയ്ക്ക് ഹംഗ്രി അല്ല ഡോങ്കി. കാരണം വരുന്ന വഴിയിലൊക്കെ അത് പുല്ലും വേരുകളിലുള്ള പുല്ലും അതുപോലെ റോഡ് സൈഡിലുള്ള ഗ്രാസും ഒക്കെ ആര് കഴിക്കുന്നുണ്ട്? മുള്ളിന്റെ കമ്പും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഡോങ്കിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ടൈൽ ഹാഡ് നത്തിങ് ടു ഇറ്റ്. പക്ഷേ ടൈലിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ കഴിക്കാൻ? ടൈലിന് ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് 3 days, കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ടൈല് പട്ടിണിയാണ്. അടുത്ത് നോക്കി എന്താണെന്ന്. വാട്ട് ഡസ് ദ ആർച്ച് ഡ്യൂക്ക് വാണ്ട് ടൈൽ ടു ഡു? ആർച്ച് ഡ്യൂക്ക് ടൈലിന് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചത്? ടൈൽ എന്ത് ചെയ്യണമെന്നായിരുന്നു ആർച്ച് ഡ്യൂക്കിന്റെ ആഗ്രഹം? യെസ്, ദ ആർച്ച് ഡ്യൂക്ക് വാണ്ടഡ് to paint his portrait so as to leave his memory to his descendants. ഇവിടെ പെയിന്റ് ആണ്. ഇവിടെ ഞാൻ പ്ലാന്റ് എന്നറിയാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാ, ടൈപ്പിംഗിന്റെ മിസ്റ്റേക്ക് ആണ്. ഇവിടെ പെയിന്റ് ആണ് വരേണ്ടത് കേട്ടോ. അപ്പൊ എന്തായിരുന്നു ആർച്ച് ഡ്യൂക്കിന്റെ ആഗ്രഹം? യെസ്, ടൈലിനെ കൊണ്ട് ഒരു ചിത്രം വരയ്ക്കണം അല്ലെ? ആരുടെ? ഇവരുടെ, അതായത് ഈ രാജാവിന്റെ ഒക്കെ ചിത്രം. കാരണം എന്താ? വരും തലമുറയ്ക്ക്, ഡിസെൻഡൻസ് എന്ന് പറഞ്ഞ എന്താണ്? മെമ്മറി ടു ഹിസ് ഡിസെൻഡൻസ്, ഇനിയുള്ള തലമുറകൾക്ക് ഒരു ഓർമ്മയായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്നായിരുന്നു ആരുടെ ആഗ്രഹം? ആർച്ച് ഡ്യൂക്കിന്റെ. നെക്സ്റ്റ് നമുക്ക് കുറെ വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത്, ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് ഞാൻ ഇവിടെ ഒരുമിച്ചെടുത്തേക്കുവാണ് കേട്ടോ. അപ്പം ഓരോ വാക്കിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ പോസ് അടിച്ച് ഒന്ന് നോക്കണം. അടുത്ത, വാട്ട് ഇസ് ദ സെന്റൻസ് വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മോൺ us മീൻ? അതായത് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ദൈവം എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് നമുക്ക് അറിയത്തില്ല അല്ലെ? എന്താ അതിന്റെ അർത്ഥം? ഈ വിളി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഇവിടെ സമ്മേൺ എന്നുള്ളതിന്റെ അർത്ഥം എന്താവുന്നത്? ഇറ്റ് മീൻസ് that death will come at any time without any warning. കാരണം എന്തുകൊണ്ട് എങ്ങനെ പറയുന്നത്? കാരണം എന്താ? മരണം നമ്മളോട് പറഞ്ഞിട്ടാണോ വരുന്നത്? നമ്മളോട് നേരത്തെ പറയുമോ നാളെ ഞാൻ വരുന്നുണ്ട്, ഒരുങ്ങിയിരിക്കണം, നാളെ നിന്റെ മരണമാണെന്ന് പറഞ്ഞു അങ്ങനെയാണോ വരുന്നത്? അല്ല, ഒരു വാർണിംഗും ഇല്ലാതാണ് അല്ലെ? ഒരു മുന്നറിയിപ്പും ഇല്ലാതാണ് ആര് വരുന്നത്? മരണം വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആർച്ച് ഡ്യൂക്ക് അവിടെ ആ ഒരു ലൈൻ ഉപയോഗിക്കുന്നത്. വൈ ഡസ് ടൈൽ ഫീൽ അൺഹാപ്പി? എന്തുകൊണ്ടാണ് ടൈൽ സന്തുഷ്ടനല്ലായിരുന്നത്? അൺഹാപ്പി ആവാൻ, അതായത് വിഷമാവാൻ എന്തായിരുന്നു കാരണം? ടൈൽ വാസ് അൺഹാപ്പി ബിക്കോസ് ദ ആർച്ച് ഡ്യൂക്ക് വാണ്ടഡ് ടു പെയിന്റ് ഹിസ് പോർട്രേറ്റ് without the courtiers in it. കാരണം യെസ്, ആർച്ച് ഡ്യൂക്കിന് എങ്ങനത്തെ ചിത്രമായിരുന്നു കാണാൻ ആഗ്രഹം? ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത് ആർച്ച് ഡ്യൂക്കിന്റെ മാത്രമായിട്ടുള്ള പെയിന്റിംഗ് ആണ്. പക്ഷെ ടൈലിന് അത് ഇഷ്ടപ്പെട്ടില്ല. ടൈല് പറയായിരുന്നു, ടൈലിന്റെ മനസ്സിൽ എന്താണ്? എല്ലാവരും ആ കോർട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരിക്കണം, ആ കൊട്ടാരത്തിലുള്ള എല്ലാ കോർട്ടിയേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം? നമ്മുടെ ടൈലിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അവന് സന്തോഷം തോന്നാഞ്ഞത്. Who are compared to the moon and the lanterns? ഇവിടെ ആരെയാണ്, നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ ആരെയാണ് ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്നത്? യെസ്, മൂൺ ആരെയാണ് പറയുന്നത്? The Lord and the Lady are compared to the moon and the courtiers are compared to the lanterns. അതായത് ഇവിടുത്തെ രാജാവും രാജ്ഞിയാണ് മൂൺ ആയിട്ട് കാണുന്നത് അല്ലെ? മൂൺ, ചന്ദ്രൻ എന്ന് ഇവിടെ ഉപമിക്കുന്ന ആരെയാണ്? രാജാവിനെ രാജ്ഞിയാണ്. ലാന്റേൺസ് എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? കോർട്ടിയേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. What were the demands of the archduke and the courtiers in painting the pictures? അതായത് ആർച്ച് ഡ്യൂക്കിന്റെയും അതുപോലെ കോർട്ടിയേഴ്സിന്റെയും അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? പെയിന്റിങ്, എങ്ങനത്തെ പെയിന്റിങ് വേണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം? The archduke demanded realistic picture of the courtiers. ആർച്ച്ഡ്യൂക്കിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണോ അവരെ കാണാൻ അതേപടി വേണം അവരുടെ പെയിന്റിങ് എന്നായിരുന്നു ആര് പറയുന്നത്? ആർച്ച്ഡ്യൂക്ക് പറഞ്ഞത്. But the courtiers demanded to paint the pictures more beautiful than they actually were. പക്ഷെ കോർട്ടിയേഴ്സ് എന്തുവായിരുന്നു പറഞ്ഞിരുന്നത്? യെസ്, അവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലല്ല, അതിനേക്കാൾ നല്ല ഭംഗിയോടെ മോർ ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കാനാണ് ആര് പറഞ്ഞത്? അവിടുത്തെ കോർട്ടിയേഴ്സ്, അവിടെയുള്ള കൊട്ടാരത്തിലുള്ള ആളുകൾ പറഞ്ഞത് അല്ലേ? Why did Tile think that if he painted the picture he would definitely be killed?
എന്തുകൊണ്ടാണ് ടൈൽ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അതായത് ആ പിക്ചർ വരയ്ക്കുവാണെങ്കിൽ എന്തായാലും അവന്റെ കാര്യം പോക്കാം, അവനെ കൊല്ലും. എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? കാരണമുണ്ടല്ലേ. എന്താണ്? Tile thought that he would be killed because the Archduke and the courtiers warned him that if he painted against the wish, he would be killed. അതായത് ആർച്ച്ഡ്യൂക്ക് എന്താ പറഞ്ഞത്? ആർച്ച്ഡ്യൂക്ക് പറഞ്ഞ അനുസരിച്ച് പെയിന്റ് ചെയ്തില്ലെങ്കിൽ തലവെട്ടിക്കളയും. അതുപോലെ കോർച്ചിയേഴ്സ് എന്ത് തന്നെ പറഞ്ഞത്? അവര് പറഞ്ഞതനുസരിച്ചല്ല വരച്ചെങ്കിൽ അവന്റെ കാര്യം പോക്കാം. അതിന്റെ അർത്ഥം ഇവൻ എങ്ങനെ വരച്ചാലും ഇവന്റെ കാര്യം പോക്കാം, അല്ലെ? What will Tile do to save himself from being killed? അതായത് അവൻ സ്വയം രക്ഷപ്പെടാൻ അങ്ങനെ ഒരു അവസരം വരാതിരിക്കാൻ വേണ്ടി ടൈൽ എന്താ ചെയ്തത്? രക്ഷപ്പെടാൻ വേണ്ടി Tile decided not to paint the picture. Yes, ആ പിക്ചർ വരയ്ക്കണ്ടെന്ന് അവൻ തീരുമാനമെടുത്തു, അല്ലേ? How did Tile manage to stay in the court for long? How many days did he finally get to complete the picture? അതായത് എങ്ങനെയാണ് ടൈൽ മാനേജ് ചെയ്തത്? ഇത്രയും ദീർഘകാലം ആ ഒരു കോർട്ടിൽ താമസിക്കാൻ, സ്റ്റേ ചെയ്യാൻ എങ്ങനെയാണ് അവന് കഴിഞ്ഞത്? അവന്റെ ഐഡിയ അല്ല, അവൻ ബുദ്ധി ഉപയോഗിച്ചല്ല. എങ്ങനെയായിരുന്നു? ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം അവൻ കംപ്ലീറ്റ് ചെയ്തത് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാന്? Tile convinced the Archduke very cleverly and he was nearing to complete the picture and demanded more days for final test. ടൈൽ എപ്പോഴും എന്ത് പറയും? യെസ്, പിക്ചർ തീരാറായി, ഇപ്പൊ ഉടനെ വരച്ചു കഴിയും, കുറച്ച് ദിവസം കൂടി വേണം അതിന്റെ ഒരു ഫൈനൽ ടച്ച് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിപരമായിട്ട് ക്ലെവർലി ആണ് ആര് കൺവിൻസ് ചെയ്തത്? ആർച്ച്ഡ്യൂക്കിനെ ടൈല് പറഞ്ഞ് ബോധിപ്പിച്ചത്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ പിക്ചർ? എന്തായിരുന്നു ആ പിക്ചറിന്റെ സ്പെഷ്യല്? Tile claimed that the special features of the portrait is that those who have royal blood in their veins will be able to see the painting. അതായത് ടൈല് പറഞ്ഞ എന്താണ്? റോയൽ രക്തം ആണെങ്കിൽ, രാജരക്തമാണെങ്കിൽ അവർക്ക് ഈ പിക്ചർ കാണാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്? ബട്ട് ആക്ച്വലി there was not a picture in the wall. പക്ഷെ ശരിക്കും അവിടെ പിക്ചർ ഉണ്ടോ? ആ വാളിൽ പിക്ചർ ഉണ്ടായിരുന്നു? ഇല്ല. He fooled everyone with lies. എല്ലാവരെയും അവൻ കള്ളം പറഞ്ഞ് പറ്റിക്കുമായിരുന്നു, അല്ലേ? Is the jester a mere fool? Why do you think so? അതായത് അവിടെ നമ്മുടെ രാജാവിന്റെ വിദൂഷകൻ ലാസ്റ്റിൽ ഒരു കഥാപാത്രം വന്നില്ലേ, അദ്ദേഹം ശരിക്കും ഫൂൾ ആണോ? ശരിക്കും ഒരു ഫൂൾ ആയിരുന്നു? ഒരു മൂടനെ പോലെ അഭിനയിക്കുമായിരുന്നു? അതൊരു മൂടനായിരുന്നോ? യെസ്, അദ്ദേഹം അഭിനയിക്കുമായിരുന്നു, അല്ലെ? എന്തായിരിക്കും കാരണം? No, the jester is not a mere fool because he is the only person who dare to tell the truth openly. കാരണം എന്താ? അവന് മാത്രമേ ആ ഡയറിങ് ഉണ്ടായിരുന്നു, അവന് മാത്രമായിരുന്നു ആ ധൈര്യം കിട്ടിയത്, അല്ലെ? ഉള്ള കാര്യം തുറന്നു പറയാൻ, സത്യം തുറന്നു പറയാൻ, ഓപ്പൺലി പറയാൻ ആർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ? നമ്മുടെ ജസ്റ്ററിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. നമുക്കിനി ആക്ടിവിറ്റീസ് ഒന്ന് നോക്കിയാലോ. ആക്ടിവിറ്റി 1. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, വളരെ സിമ്പിൾ ആണ് കേട്ടോ. കുറെ ഉണ്ട്, ഒത്തിരി പേജസ് ഉണ്ട് ആക്ടിവിറ്റീസിന്റെ. പക്ഷെ കണ്ടു പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉത്തരങ്ങൾ വരുന്ന, നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. You have read the story of Tile, haven't you? Now fill in the story map suitably. അതായത് ഈ കഥ നിങ്ങൾ ഇപ്പൊ വായിച്ചല്ലേ, മനസ്സിലാക്കിയില്ലേ? അപ്പൊ നോക്കി, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി മാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങള്? യെസ്, Tile, Captain of the Guards, Archduke, Her Highness, Commander-in-Chief, Elderly Lady, Young Lady, Jester. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ എഴുതിയേക്കണം കേട്ടോ. പിന്നെ സെറ്റിംഗ്, ഇത് എവിടെയാണ് നടക്കുന്നത്? പാലസ് ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലാണ് ഈ കഥ നടക്കുന്നത്, അല്ലെ? അവിടുത്തെ പ്രോബ്ലം എന്തായിരുന്നു? യെസ്, the Archduke asked Tile to paint all his courtiers exactly as he seen them, but the courtiers wanted the pictures to be different from what they are. അതായത് ആർച്ച്ഡ്യൂക്ക് എന്തായിരുന്നു ആഗ്രഹം? എങ്ങനെയാണ് അവരെ കാണാം, എക്സാക്ട്ലി അതേ രീതിയിൽ വരയ്ക്കണം എന്നാണ് ആർച്ച്ഡ്യൂക്ക് പറയുന്നത്. പക്ഷെ കോർട്ടിയേഴ്സ് പറഞ്ഞിരുന്നത്, യെസ്, എങ്ങനെയാണോ ഞങ്ങളെ കാണാനുള്ളത് അതുപോലെ വരയ്ക്കരുത്, ഞങ്ങൾ പറഞ്ഞതുപോലെ വേണം ഞങ്ങളെ വരയ്ക്കാൻ, ഇച്ചിരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കണം എന്നായിരുന്നു കോർട്ടിയേഴ്സ് പറഞ്ഞത്. അതായിരുന്നു അവിടുത്തെ പ്രോബ്ലം. അപ്പൊ സൊല്യൂഷൻ എന്തായിരുന്നു? അവൻ കണ്ടെത്തിയ പരിഹാരം, he didn't paint any picture at all. അവൻ എന്ത് ചെയ്തു? അവൻ പിക്ചറേ വരച്ചില്ല. Tile and his companions enjoy the stay at the palace. പക്ഷെ അവരെന്ത് ചെയ്തു? പക്ഷെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഉള്ള സമയം എല്ലാം അവർ അടിച്ചു പൊളിച്ചു കൊട്ടാരത്തിനുള്ളില്. ആരെങ്കിലും അറിയിച്ചോ? ആ കള്ളത്തരം ഒന്നും ആരോടും അറിയിക്കാതെ അവര് ഉള്ള സമയം കൊട്ടാരത്തിൽ അടിച്ചു പൊളിച്ചു. Pointing to the blank canvas, Tile said that only those who are having noble blood in their veins would be able to see the painting. അതായത് ആ ബ്ലാങ്ക് ക്യാൻവാസ്, ഒന്നുമില്ലാത്ത ആ ഒരു ഇതെടുത്ത് കാണിച്ചിട്ട് പറയുവാ, നിങ്ങൾക്ക് ഇതില് പിക്ചർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തം രാജരക്തം ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, റോയൽ ബ്ലഡ് അല്ലെങ്കിൽ നോബിൾ ബ്ലഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ തടി തപ്പി. അതായിരുന്നു അവന്റെ സൊല്യൂഷൻ, അല്ലേ?
Activity 2. നോക്കണം. The courtiers did not want to be portrayed in the picture in the manner they really look like. Complete the following table by revisiting the story. അതായത് കോർച്ചിയേഴ്സ് അവരെ കാണുന്ന രീതിയിലല്ല അവരെ വരയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവർ ഇച്ചിരൂടെ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു അല്ലെ. കണ്ട രീതിയിൽ വരയ്ക്കാനാണോ അവർ പറഞ്ഞത്? നോ. പക്ഷെ അവരുടെ റിയൽ അപ്പിയറൻസ്, അവർക്ക് ശരിക്കും അവരെ കാണാൻ എങ്ങനെയായിരിക്കും? ഇപ്പൊ നോക്കി, കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹത്തിനെ കാണാൻ റിയൽ ആയിട്ട് എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞ രീതിയാണോ അദ്ദേഹത്തിനെ കാണാൻ? നോ. പക്ഷെ അദ്ദേഹം എങ്ങനെയാ അവൻ ആഗ്രഹിക്കുന്നത്? The way they wanted to be portrayed. അതായത് ഏത് രീതിയിലാണ് കമാൻഡർ ഇൻ ചീഫ്, എൽഡർലി ലേഡി, യങ് ലേഡി അവരുടെ മുഖം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എങ്ങനെ കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു അവര് റിയലി? അതാണ് ഈ ഒരു ടേബിൾ. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നോക്കിയേ, ഇവിടെ ടെക്സ്റ്റിലുള്ള ഭാഗം തന്നെ നോക്കിയെടുത്ത് എഴുതിയാൽ മതി. കമാൻഡർ ഇൻ ചീഫ് റിയൽ അപ്പിയറൻസ് എന്തായിരുന്നു? അദ്ദേഹം കാണാൻ എങ്ങനെയായിരുന്നു? A short fat bald man with enormous paunch. അദ്ദേഹം ഇച്ചിരി ഷോർട്ട് ആയിരുന്നു, ഫാറ്റ് ആയിരുന്നു, ബാൾഡ്. അതാ ബാൾഡ് എന്ന് പറഞ്ഞ എന്താണ്? കഷണ്ടി ആയിരുന്നു. വിത്ത് എനോർമസ് പോഞ്ച്, അതായത് കുടവയറനായിരുന്നു. ഇനി അദ്ദേഹത്തിന് എങ്ങനെ കാണാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്? എങ്ങനത്തെ പെയിന്റിംഗ് ആണ് അദ്ദേഹത്തിനെ കുറിച്ച് വരയ്ക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഹാൻഡ്സം വിത്ത് ഫ്ലാറ്റ് സ്റ്റൊമക്. ഒരു ഹാൻഡ്സം ഗായ് ആയിട്ട്, അല്ല ഫ്ലാറ്റ് സ്റ്റൊമക് ആയിട്ട്, അങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. എൽഡർലി ലേഡി, അവരുടെ റിയൽ അപ്പിയറൻസ് എന്തായിരുന്നു? A large hump on her back. അവരുടെ പുറത്ത് ഒരു വലിയ കൂനുണ്ടായിരുന്നു അല്ല, ഒരു വലിയ മുഴ പോലെ ഒരു കൂനുണ്ടായിരുന്നു. എങ്ങനെ വരയ്ക്കാനാണ് പക്ഷെ അവർ പറഞ്ഞത്? Hump on her back to be removed, young and beautiful. Yes, ബാക്കിലുള്ള കൂന് മാറ്റിയിട്ട് ഇച്ചിരിയുടെ യങ് ആയിട്ട്, ചെറുപ്പക്കാരിയും ഇച്ചിരി സുന്ദരിയായിട്ട് വരയ്ക്കാനായിരുന്നു എൽഡർലി ലേഡി പറഞ്ഞത്. ഇനി യങ് ലേഡി, അവരെങ്ങനെയായിരുന്നു കാണാൻ? യങ് ആൻഡ് പ്രിറ്റി ബട്ട് ലോസ്റ്റ് 3 front teeth. കാണാൻ ചെറുപ്പക്കാരിയാണ്, നല്ല സുന്ദരിയാണ്, പക്ഷേ മുന്നിലെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എങ്ങനത്തെ പോർട്രേ ചെയ്യാനാണ് പറഞ്ഞത്? സ്മൈലിംഗ് വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് പേർലി ടീത്ത്. അതായത് നല്ല മുത്തുപോലത്തെ പല്ലുകൾ വെച്ച് ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കാനാണ്, അല്ലെങ്കിൽ ഫോട്ടോ അല്ല ചിത്രം വരയ്ക്കാനാണ് യങ് ലേഡി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് എളുപ്പമല്ലായിരുന്നു? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നോ? യെസ്. Activity 3. The following are the major events in the story. Some of them are false while some others are true. Mark them as true or false by a tick in the appropriate column. ഇതും വളരെ സിമ്പിൾ ആ. എന്തോ എളുപ്പമാണെന്ന് നോക്കിയേ. നിങ്ങളിപ്പോ 8ാം ക്ലാസ്സിലാ, പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഭയങ്കര എളുപ്പമാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഓരോ ആക്ടിവിറ്റി എന്തൊക്കെയാ ചെയ്യുന്നത് അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇംഗ്ലീഷ് സ്നേഹിച്ചു പോകും, അത്രയ്ക്ക് എളുപ്പമാണ്. ഇവിടെ നോക്കി, ആക്ടിവിറ്റി 3 എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, ഈ സ്റ്റോറി ആയിട്ട് ബേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട. പക്ഷെ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്, ചിലത് ട്രൂ ആണ്, ചിലത് ഫോൾസ് ആണ്. അപ്പൊ ട്രൂ ആയിട്ടുള്ളതിന്റെ നമുക്ക് ഇവിടെ കാണാമല്ലോ, അതിന് നേരെ ടിക്ക് കൊടുക്കണം. ഫോൾസ് ആണെങ്കിലോ ഫോൾസിന്റെ അവിടെ ടിക്ക് കൊടുക്കണം. പിടികിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്ത എന്റെ ഇതില് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ടിക്ക് കൊടുക്കുമല്ലോ അല്ലെ? ഇനി ഞാൻ സ്റ്റാർ കൊടുത്തോളൂ, നിങ്ങൾ സ്റ്റാർ കൊടുക്കല്ലേ, ടിക്ക് കൊടുക്കണം കേട്ടോ. Tile arrives at the palace of the Archduke. Archdukeന്റെ പാലസിൽ ടൈൽ എത്തി. True or false? Obviously എന്താ? ട്രൂ ആണല്ലേ. Tile meets the Archduke. ടൈൽ ആർച്ച്ഡ്യൂക്കിനെ കണ്ടുമുട്ടി. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ ആണ്. He showed the picture of infant Jesus to the Archduke. ആർച്ച്ഡ്യൂക്കിനെ ജീസസിന്റെ പിക്ചർ ആണോ കാണിച്ചത്? നോ, അത് ഫോൾസ് ആയിരുന്നു. ആരുടെ ആയിരുന്നു? വെർജിൻ മേരിയുടെ ആയിരുന്നു അല്ലെ. Captain of the Guards allows Tile to meet the Archduke at once. അതായത് Captain of Guards ആർച്ച്ഡ്യൂക്കിനെ ടൈല് പറഞ്ഞപ്പോ തന്നെ കാണിക്കാൻ, നീ പോയി കണ്ടോ എന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. ആദ്യത്തെ വട്ടം പറഞ്ഞപ്പോഴേ ടൈല് പറഞ്ഞു, എനിക്ക് ആർച്ച്ഡ്യൂക്കിനെ ഒന്ന് കാണുക, ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞു, ശരി പോയി കണ്ടോളൂ എന്ന് പറഞ്ഞോ? നോ. അറ്റ് വൺസ് ആയിരുന്നോ? അല്ല, ഫ്ലെമിഷ് പെയിന്റർ ആണെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ കാണാൻ പറഞ്ഞത്? യെസ്. ആർച്ച്ഡ്യൂക്ക് ഡയറക്ട്സ് ടൈൽ ടു പെയിന്റ് ദ പോർട്രേറ്റ്. ആർച്ച്ഡ്യൂക്ക് ടൈലിനോട് പറഞ്ഞു ഞങ്ങളുടെ പോർട്രേറ്റ് വരയ്ക്കാൻ പറഞ്ഞു. അത് ശരിയാണല്ലേ? ട്രൂ ആണ്. ആർച്ച്ഡ്യൂക്ക് ജെസ്റ്റർ ഓൾസോ പ്രൈസസ് ടൈൽസ് പെയിന്റിംഗ്. ആർച്ച്ഡ്യൂക്കിന്റെ വിദൂഷകൻ ടൈലിന്റെ പെയിന്റിംഗ് കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞോ? പ്രൈസ് ചെയ്തോ? ഒന്നും പറഞ്ഞില്ലല്ലേ. അവൻ എന്താ പറഞ്ഞത്? ജെസ്റ്റർ പറഞ്ഞ് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നായിരുന്നു പറഞ്ഞത്. യെസ്. അപ്പൊ എന്താണത്? ഫോൾസ് ആണ്. The Archduke doesn't like to appoint Tile as a court painter. ആർച്ച്ഡ്യൂക്കിന് താല്പര്യമില്ല ടൈലിനെ ആ കോർട്ടിലെ പെയിന്റർ ആക്കാൻ. അങ്ങനെയാണോ? നല്ല താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് തെറ്റാ. Tile enjoys dinner with the Archduke. ടൈൽ ആർച്ച്ഡ്യൂക്കുമായിട്ടുള്ള ഡിന്നർ എൻജോയ് ചെയ്തോ? യെസ്. Tile and his companions spend a fortnight in the palace merrymaking.
യെസ്, അവരവിടെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. ആരാ? ടൈലും അവന്റെ കൂടെയുള്ള കമ്പാനിയൻസും. അതും ട്രൂ തന്നെയാണ്. The courtiers are styled to paint them as they look like. അവിടുത്തെ കോർട്ടിയേഴ്സ്, അതായത് നമ്മുടെ കൊട്ടാരത്തിലുള്ളവർ പറഞ്ഞത് ഞങ്ങളെ കാണുന്ന പോലെ ഞങ്ങളെ വരച്ചാൽ മതിയേ എന്നാണോ പറഞ്ഞത്? നോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് അല്ലേ? The courtiers praise Tile for a splendid painting. കോർട്ടിയേഴ്സ് ടൈലിന്റെ പെയിന്റിങ് കണ്ടിട്ട് എന്തോ ഒരു അടിപൊളി പെയിന്റിങ് എന്ന് സമ്മതിക്കണം കേട്ടോ, എന്തോ രസമാണ് കാണാൻ. പ്രൈസ് ചെയ്തില്ലേ? ചെയ്തു. അതും ട്രൂ ആണ് അല്ലേ? Tile calmly walks out of the palace. ടൈല് മിണ്ടാതെ നിശബ്ദനായി പാലസിൽ നിന്ന് പോയി. സത്യല്ലേ? യെസ്, അവൻ അവിടെ നിന്ന് മുങ്ങി അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റ് റീറൈറ്റ് ചെയ്യണം, ശരിയാക്കി എഴുതാൻ, തിരുത്തി എഴുതണം. തിരുത്തി എഴുതിക്കൂടെ? ഇത്ര അറിയാലോ, പിന്നെ അതുകൂടെ ചെയ്യാം. അപ്പൊ നോക്കിയേ, he shows the picture of infant Jesus to the archduke. അത് തെറ്റാ അല്ലേ? ഇൻഫാന്റ് ജീസസിന്റെ ആണോ പിക്ചർ കാണിച്ചത്? നോ, അവർ ലേഡി ദ വെർജിന്റെ പിക്ചർ ആയിരുന്നു കാണിച്ചത്. അടുത്ത തെറ്റ് നോക്കിയേ, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് allowed Tile to meet the archduke at once. അതായത് ഒറ്റവട്ടം തന്നെ ആർച്ച്ഡ്യൂക്കിനെ പോയി കണ്ടോളാൻ പറഞ്ഞോ? പറഞ്ഞില്ല. എപ്പോഴാ പറഞ്ഞത്? does not allow Tile to meet the archduke at once. ഒറ്റവട്ടം പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. അടുത്ത് നോക്കിയേ, എവിടെ തെറ്റ്? Archduke's gesture also praises Tile's painting. ആർച്ച്ഡ്യൂക്കിന്റെ വിദൂഷകൻ ടൈലിന്റെ പെയിന്റിംഗ് കണ്ടിട്ട് പുകഴ്ത്തി പറഞ്ഞു. അത് തെറ്റല്ലേ? എന്തായിരുന്നു പറഞ്ഞത്? ജസ്റ്റർ പറഞ്ഞത് he could see no painting but only a blank wall. ഒരു ബ്ലാങ്ക് വാൾ മാത്രമേ ആർക്ക് കാണാൻ പറ്റുന്നുള്ളൂ? ജസ്റ്ററിന് കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, എന്താണ് തെറ്റ്? The archduke doesn't like to appoint Tile as a court painter. ആർച്ച്ഡ്യൂക്കിന് ടൈലിനെ കോർട്ട് പെയിന്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്. സത്യമാണോ? തെറ്റല്ലേ? താല്പര്യം ഉണ്ടായിരുന്നു. he would be delighted. അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു അപ്പോയിന്റ് ചെയ്യാൻ അല്ലേ? അടുത്ത ലാസ്റ്റ് പോയിന്റ് നമ്മുടെ തെറ്റിയത് ഏതാണ്? The courtiers are styled to paint them as they look like. ഇവിടെ ഭയങ്കര ശല്യമാണ്, കോഴിയുടെ ഭയങ്കര ബഹളം നിങ്ങൾക്ക് കേൾക്കാം അല്ലേ? ഭയങ്കര ചിലപ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. എന്റെ എല്ലാ വീഡിയോയിലും ഉണ്ട് നമ്മുടെ കോഴികൾ. ഓക്കെ, the courtiers are styled to paint them as they look like. അതായത് കോർട്ടിയേഴ്സ് അവരെ കാണുന്നത് പോലെ വരയ്ക്കാനാണോ പറഞ്ഞത്? അത് ശരിയാണോ? തെറ്റാ അല്ലേ? അവരെന്താ പറഞ്ഞത്? ഇച്ചിരി അട്രാക്റ്റീവും ഹാൻഡ്സമും ആയിട്ട് വരയ്ക്കാനായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1. നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വേർഡ്സ്, കുറച്ചുകൂടെ വാക്കുകൾ നമുക്ക് പഠിക്കാം ഇംഗ്ലീഷിൽ. ഓക്കെ, ഇവിടെ നോക്കിയേ, വെൽ കൊണ്ടുള്ള വാക്കുകളാണ്. Look at the sentence from the story. The captain of the guards was a tall, well-built, red-haired man of about 25. ആ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എങ്ങനെയായിരുന്നു കാണാൻ? നല്ല ടോൾ, നല്ല പൊക്കം ഉണ്ടായിരുന്നു. വെൽ ബിൽറ്റ്, നല്ല ശരീരമുള്ള ഒരാളായിരുന്നു. ചുവന്ന മുടിയായിരുന്നു. 25 വയസ്സോളം ഉണ്ടായിരുന്നു. ഇവിടെ വെൽ ബിൽറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്ട്രോങ് ഫിസിക്. ഫിസിക് എന്ന് പറഞ്ഞാൽ ബോഡി. എങ്ങനത്തെ ബോഡി ആയിരുന്നു? സ്ട്രോങ് ബോഡി. സ്ട്രോങ് ബോഡി. അതായത് അങ്ങനെ പറയുന്നതിന് പകരം എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? വെൽ ബിൽറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വെൽ വെച്ചുള്ള വാക്കുകൾ ഇപ്പൊ നോക്കിയേ, വെൽ ഓഫ്, വെൽ നോൺ, വെൽ ഇൻഫോം, വെൽ വിഷോ, വെൽ റെഡ്. അപ്പം ഇതിനൊക്കെ അർത്ഥം ഡിക്ഷണറി നോക്കി, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഡിക്ഷണറി നോക്കി എഴുതാനാ പറഞ്ഞേക്കുന്നത്. അത് എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ? നോക്കാം. വെൽ ഓഫിന്റെ അർത്ഥം എന്താണ്? ഇൻ എ ഗുഡ് പൊസിഷൻ ഓർ സിറ്റുവേഷൻ. അവൻ ഇച്ചിരി വെൽ ഓഫ് ആണ് കേട്ടോ. അതായത് അവന്റെ സ്ഥാനം, അവൻ നല്ല സാഹചര്യത്തിൽ ഇപ്പൊ കഴിയുന്നത്, നമുക്ക് അങ്ങനെ പറയാം. ഹി ഈസ് വെൽ ഓഫ് നൗ എന്ന് നമുക്ക് ഒരാളെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് പറയാം ഹിസ് എ വെൽ നോൺ ആക്ടർ. യെസ്, അവനൊരു അറിയപ്പെട്ട ഒരു ആക്ടർ ആണ്. അത് നമുക്ക് ഫേമസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെൽ നോൺ എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമല്ലോ അല്ലേ? ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചാലേ നമ്മുടെ വെക്കാബുലറി ഇംപ്രൂവ് ആവത്തുള്ളൂ. വെൽ ഇൻഫോംഡ്, അതായത് വെൽ ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവിംഗ് എ ലോട്ട് ഓഫ് നോളജ് അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ അതിനെ കുറിച്ച് ഗ്രാഹ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? വെൽ ഇൻഫോംഡ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഞാൻ പറയുമോ, യെസ് ഐ എം വെൽ ഇൻഫോംഡ് അബൌട്ട് ദ സബ്ജക്ട്സ് ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷിനെ കുറിച്ച് എനിക്ക് നല്ല വെൽ ഇൻഫോംഡ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഞാൻ എന്ത് വാക്കാ ഉപയോഗിച്ചത്? വെൽ ഇൻഫോംഡ്. ഇനി വെൽ വിഷർ. ഇപ്പൊ നമ്മൾ പറയാം, അവൻ ഒരു നല്ല വെൽവിഷർ ആണ് കേട്ടോ. അവന്റെ നല്ലൊരു വെൽവിഷർ. വെൽവിഷർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാൾക്ക് someone who wants another person to be happy. അതായത് എനിക്ക് നിങ്ങൾ, അതായത് ഇപ്പൊ കാണുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, ഇപ്പം ഏതെങ്കിലും ഒരു പേര് മീന ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ മീനയുടെ വെൽ വിഷർ ആണ്. അതായത് മീനെ എങ്ങനെ കാണാനാണ് എനിക്ക് ഇഷ്ടം? മീനയെ ഹാപ്പി ആയിട്ട് കാണാനാണ്. ഓക്കെ, അപ്പൊ വെൽ വിഷർ എന്താണ് മനസ്സിലായോ?
വെൽ റെഡ് അതായത് നല്ലപോലെ വായിച്ചുള്ള നോളജ്. ഹാവിംഗ് ഗെയിൻ ലോട്ട് ഓഫ് നോളജ് ബൈ റീഡിങ് അതായത് വായിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ സമ്പാദിച്ച ആൾ നമുക്ക് എങ്ങനെ പറയാം? വെൽ റെഡ് എന്ന് പറയാം. ഓക്കെ, നൗ റൈറ്റ് ഡൗൺ ദ 5 more words with well as the head word giving their meanings. അതായത് ഇനി ഒരു അഞ്ച് വാക്കുകൾ കൂടി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. വെല്ല് വെച്ച് ചേർത്തിട്ടുള്ള 5 വാക്കുകളൂടെ എഴുതണം. അതോടൊപ്പം അതിന്റെ മീനിങ്സും കൂടി എഴുതണം. പെട്ടുപോയെന്ന് വിചാരിക്കുന്നോ? ഒന്നുമില്ല, എളുപ്പമാ. നോക്കിയെന്ന്. വെൽ ബീയിങ്, വെൽ കണക്റ്റഡ്, വെൽ ടു ഡു, വെൽ മാനേർഡ്, വെൽ നിറ്റ്. ഇനി ഇഷ്ടംപോലെ വാക്കുകളാണ് കേട്ടോ. ഒന്നെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ഷണറി എടുത്ത് നോക്കാം. എവിടെ നോക്കിയാലും നമുക്ക് ഇപ്പൊ ആൻസേഴ്സ് കിട്ടാൻ ഒരു പാടുമില്ല അല്ലെ? ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വെൽ വെച്ചുള്ള വേറെ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കുമല്ലോ. കുറെയൊക്കെ തന്നെത്താൻ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. Activity 2. Look at some of the words used in the first 3 paragraphs of the story. നമ്മുടെ കഥയില്, നമ്മുടെ സ്റ്റോറിയില് ആദ്യത്തെ 3 പാരഗ്രാഫില് ഉപയോഗിച്ച കുറച്ച് വാക്കുകളാണ് 1, 2, 3 3 കോളത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കോളം നമ്പർ 1 ശ്രദ്ധിച്ചേ. ഫെദേഴ്സ്, ഗാർഡ്സ്, ലോഫേഴ്സ്, സ്കെലറ്റൻസ്. ഇവിടെ എല്ലാം എസ് ഉണ്ട്, ശ്രദ്ധിച്ചില്ലേ? കോളം നമ്പർ 2 എന്തുണ്ട്? ED ആണ്. അട്രാക്റ്റഡ്, ഡാൻസ്ഡ്, കോൾഡ്, ഡിസ്മൗണ്ടഡ് അല്ലേ? കോളം നമ്പർ 3 എന്താണ് കോമൺ ആയിട്ടുള്ളത്? സ്മാർട്ട്ലി, ഹാൻഡ്സംലി, കൂൾലി, ക്യൂരിയസ്ലി. അതായത് LY ആണ് കോമൺ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല, തീർന്നു. ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ കോളത്തിൽ എസ് ചേർത്തേക്കും. എന്തിനാ എസ് ചേർക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യം, LKG UKG തൊട്ട് പഠിക്കുന്ന കാര്യം എന്താണ്? എസ്. ഫ്ലവേഴ്സ്, പെൻസ്, പെൻസിൽസ്, ബുക്സ്. അതായത് ബഹുവചനം. ഒന്നിൽ കൂടുതലുള്ള നമ്മൾ എന്ത് ചേർക്കും? എസ് ചേർക്കും അല്ലെ? ഒരു പൂവാണെങ്കിൽ ഫ്ലവർ എന്ന് പറയും, ഒത്തിരി പൂക്കളുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് പറയും. ഫെദർ, ഒരു തൂവലാണെങ്കിൽ ഫെദർ എന്ന് പറയും, ഒത്തിരി തൂവലുകളുണ്ടെങ്കിൽ ഫെദേഴ്സ് എന്ന് പറയും. അത്രയേ ഉള്ളൂ ഫസ്റ്റ് കോളം. അപ്പൊ എണ്ണം കൂടുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? എസ് ചേർക്കും. മറക്കത്തില്ലല്ലോ. സെക്കൻഡ് കോളം ED എപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്? ഒരു വെർബ്, അതായത് ഒരു ക്രിയ കഴിഞ്ഞത്. അട്രാക്റ്റഡ് ആണ്. ഡാൻസ്ഡ്, നൃത്തം ചെയ്തു. കോൾഡ്, വിളിച്ചു. ഡിസ്മൗണ്ടഡ്, ഇറങ്ങി. അതായത് എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചേർക്കാം? ED ചേർക്കാം. അടുത്ത് നോക്കിക്കേ, മൂന്നാമത്തെ കോളത്തിൽ LY ആണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് ഒരു വ്യത്യാസം? ഹൗ സംതിങ് ഈസ് ഡൺ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത്? സ്മാർട്ട്ലി ആണ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ്സംലി ആണ്, കൂൾലി ആണ് ചെയ്തിരിക്കുന്നത്, ക്യൂരിയസ്ലി ആണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി LY ചേർത്ത് നമുക്ക് വാക്കുകൾ ചെയ്യാം. ഹാപ്പിലി, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? ഭയങ്കര ഹാപ്പിലി ആയിരുന്നു ഉള്ളത് ചെയ്തത്, നമുക്ക് പറയാമല്ലോ. അപ്പോ എങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്തത്? നമുക്ക് LY ഉപയോഗിച്ച് എഴുതാം. ഇനി നോക്കിയേ, ഇനി ഈ ഒരു ആക്ടിവിറ്റി എത്ര എളുപ്പമാണ് നോക്കിയെന്ന്. ഇതുപോലത്തെ വാക്കുകൾ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി എഴുതിക്കൂടെ നമുക്ക്? ഫസ്റ്റ് കോളം എസ് ചേർത്തുള്ള വാക്കുകൾ കണ്ടെത്തുമല്ലോ. ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ക്യാപ്റ്റൻസ്, ആനിമൽസ്, പീസസ്. ഇനി ED ചേർത്തുള്ള വാക്കുകളോ? പെയിന്റഡ്, സീൻഡ്, സറൗണ്ടഡ്. LY ചേർത്തത് ലോൺലി, certainly, calmly. ആക്ടിവിറ്റി 3. മടുത്തോ? എല്ലാവർക്കും മടുത്തായിരിക്കും അല്ലേ? ആക്ടിവിറ്റി 3 ഇതോടെ നമുക്ക് നിർത്താം കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയും വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ആക്ടിവിറ്റി 3 എന്താന്ന് നോക്കാം നമുക്ക്. ഹൗ ഡസ് ചൈൽഡ് അഡ്രസ് ദ ആർച്ച്ഡ്യൂക്ക്, ദ ക്വീൻ, ദ പെയിന്റർ ആൻഡ് ദ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്. പിക്ക് ഔട്ട് ദ വേർഡ്സ് യൂസ്ഡ് ബൈ ഹിം ടു അഡ്രസ് ദം. കംപ്ലീറ്റ് ദ ഫോളോവിംഗ് ടേബിൾ, ചൂസിംഗ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൻ ബിലോ. അതായത് ഇവിടെ ടൈല് ആർച്ച്ഡ്യൂക്കിനെ എങ്ങനെയാ വിളിച്ചത്? ആർച്ച്ഡ്യൂക്ക് എന്നാണോ പറഞ്ഞത്? അല്ല, ഹിസ് ഹൈനസ് എന്നല്ലേ പറഞ്ഞത് അല്ലേ? പിന്നെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിനെ എന്താ വിളിച്ചത്? സർ എന്നാണ് പറഞ്ഞത് അല്ലെ? ക്വീനെ എന്താ പറഞ്ഞത്? ഹെർ ഹൈനസ് എന്നാ പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? പെയിന്ററിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അത് എങ്ങനെയാണ് വിളിക്കുന്നത്? അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് വിളിക്കുന്നത്? ഓക്കെ, സോ അത് നോക്കി നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു ബോക്സ് കണ്ടില്ലേ? ഈ ഒരു ബോക്സ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഉണ്ട്. സോ ഇത് ആരൊക്കെയാണ് ആരെ വിളിച്ചത്? അതായത് ആർച്ച്ഡ്യൂക്കിനെ ഇതിൽ എന്താ വിളിക്കുന്നത്? ആർച്ച്ഡ്യൂക്കിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യോർ ഹൈനസ് അല്ലെ? ക്വീനെ നമ്മൾ എന്ത് പറയും? ഹെർ ഹൈനസ്. ക്വീൻ ആകുമ്പോഴും സ്ത്രീ അല്ലേ, അപ്പം ഹെർ ഹൈനസ്. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിനെ നമുക്ക് എന്ത് പറയാം? സർ എന്ന് അഡ്രസ് ചെയ്യാം. പെയിന്ററിനെ എങ്ങനെ പറയാം? മൈ ഡിയർ ഫെല്ലോ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? എങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റി. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ബോക്സിൽ നമ്മൾ കുറെ വാക്കുകൾ കണ്ടില്ലേ? ഇതിൽ നമ്മൾ വേർഡ്സ് വി കോമൺലി യൂസ്, നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ടോ യോർ ഹൈനസ്? യോർ ഹൈനസ് നമ്മൾ പറയാറുണ്ടോ വീട്ടില്? നമ്മുടെ ബ്രദറിനോട് പറയാം, യോർ ഹൈനസ് ആ TV ഒന്ന് ഓണാക്കൂ, യോർ ഹൈനസ് ആ റിമോട്ട് ഒന്ന് തരൂ, യോർ ഹൈനസ് അല്ലെങ്കിൽ ഹെർ ഹൈനസ് ഇച്ചിരി വെള്ളം തരൂ കുടിക്കാൻ എന്ന് നമ്മൾ പറയാറുണ്ടോ വീട്ടില്?
ഇല്ല. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകളാണോ അത്? അല്ല. നമ്മൾ കോമൺലി എന്തൊക്കെയാ ഉപയോഗിക്കുന്നത്? മിസ്സസ്, മാഡം, മാം, സർ, മിസ്റ്റർ, മിസ്. ഈ വാക്കുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ സ്കൂളിൽ പോവാണെങ്കിൽ നമ്മൾ മിസ് എന്ന് ഉപയോഗിക്കാം അല്ലേ? അല്ലെങ്കിൽ സോ ഇങ്ങനത്തെ വാക്കുകളൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? മിസ്, നമ്മൾ ടീച്ചറിനെ മിസ് എന്ന് പറയാം, അല്ലെങ്കിൽ സർ എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ആളെ പറയാം, മിസ്റ്റർ ജോൺ അല്ലെങ്കിൽ മിസ്റ്റർ രാം വന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? മാം എന്ന് പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. വേർഡ്സ് വി ഡു നോട്ട് യൂസ് ഇൻ കോമൺ. നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കാത്ത വാക്കുകൾ ഏതൊക്കെയാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവർ ഹൈനസ്, മൈ ലോർഡ്, ഹെർ ഹൈനസ്, യുവർ ലോർഡ്ഷിപ്പ്, മൈ ഡിയർ ഫെല്ലോ. ഇതൊന്നും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളല്ല. അപ്പൊ ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയെന്ന് അറിയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കത്തില്ലായിരുന്നു അല്ലെ? ഇത്രയും സിമ്പിൾ ആയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ടീച്ചറെ ഞങ്ങൾ വെറുതെ നോക്കത്തില്ല, ഞങ്ങളുടെ സമയം കളയത്തില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത് അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, സോ നമ്മുടെ വിക്ടേഴ്സിലെ എല്ലാ ആക്ടിവിറ്റീസും എന്റെ സെക്കൻഡ് ചാനലായ കേരള സിലബസ് ടോക്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് അതിൽ ഇംഗ്ലീഷിലെ വിക്ടേഴ്സിലെ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.